തകർന്ന് തരിപ്പണമായിട്ടുള്ള MOUവിന്റെ ആ ഒരു കാലാവധി ഏകദേശം ഈ ഒരു ഞായറാഴ്ചയോടുകൂടെ അവസാനിക്കുകയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഇറാൻ അമേരിക്ക പറയുന്നത് ഈ ഹോർമൂസിന്റെ പൂർണ്ണമായിട്ടുള്ള കൺട്രോള് ഉരുക്കുമതിൽ പോലെ അമേരിക്കയുടെ കയ്യിലാണെന്നുള്ളതൊക്കെ പറയുന്നത്. അതിന് മറുപടിയായിട്ട് ഇറാൻ പറയുന്നുണ്ട്, അവരുടെ മരവിപ്പിച്ച സ്വത്തുക്കൾ വിട്ടുകൊടുക്കാതെ നഷ്ടപരിഹാരം ഇല്ലാതെ ഒരു കാരണവശാലും ഹോർമൂസിലൂടെ കപ്പല് മുന്നോട്ട് പോവില്ല, ഒരു കപ്പലും ഓടില്ല എന്നുള്ളത് ഇറാനും മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പൊ ഉള്ളൊരു എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു സംഗതി എന്താ വെച്ച് കഴിഞ്ഞാല്, MOU തകർന്നാലും ഞായറാഴ്ച ഈ ഞായറാഴ്ചക്ക് ശേഷം എന്തായിരിക്കും അടുത്ത നടപടി, അതിനെങ്ങനെ എസ്കലേറ്റ് ചെയ്യുന്നു, ഇസ്രായേലും ഇതിനോട് എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളതാണ്. അത് എങ്ങനെ ആയിരിക്കും എന്നുള്ളതിന്റെ ഒരു ക്യൂരിയോസിറ്റിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അമേരിക്കൻ രാഷ്ട്രീയം തന്നെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തന്നെയാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ അതിനകത്ത് വിജയിച്ച് വരുന്ന സ്ഥാനാർത്ഥികളെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇസ്രായേലിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള അങ്ങേ അറ്റത്തെ നിലപാടെടുക്കുന്ന സ്ഥാനാർത്ഥികളാണ് അവിടെ ജയിച്ചു വരുന്നത് എന്നുള്ളത് നമ്മൾ കാണണം. സീറോ ഐപാക് ഫണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ പ്രചാരണം നടത്തുന്ന ആൾക്കാർക്കാണ് അവിടെ വിജയം കിട്ടുന്നത്. സോ അമേരിക്കയുടെ സൈക്ക് എന്ന് പറയുന്നത്, അമേരിക്കയുടെ എന്താ പറയുക പബ്ലിക് എന്ന് പറയുന്നത് ഇസ്രായേലിനെ താങ്ങി നിർത്തുന്ന ഈ അമേരിക്കൻ നിലപാടുകളോട് എതിരാണ്. അത് ട്രംപ് പ്രതിപാദിക്കുകയും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇസ്രായേലിനെ നമ്മൾ സംരക്ഷിക്കണം എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ഒരു കാര്യം ട്രംപ് ഇതിന് മുന്നേ പറയുകയും കൂടെ ചെയ്തിട്ടുമുണ്ട്. ഈ ഒരു കാര്യങ്ങൾ മുന്നോട്ട് വരുന്ന സമയത്ത് നമ്മളില്ലെങ്കിൽ ഇസ്രായേൽ ഇല്ലാണ്ടായി പോകും എന്നൊക്കെയുള്ള രീതിയിൽ. ഇസ്രായേൽ ഇല്ലാണ്ടായി പോകുന്നതിൽ ഇവർക്ക് എന്താണ് ഇത്രയും വേവലാതി എന്നുള്ളത് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അമേരിക്കൻ രാഷ്ട്രീയം തന്നെ ഇതേപോലെ തിരിയുന്ന സാഹചര്യത്തിൽ, അതായത് ഈ ഇസ്രായേലിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിലപാടെടുക്കുന്ന ആളുകൾക്കും അതേപോലെ തന്നെ അത്തരം നിലപാടെടുക്കുന്ന സംഘടനകൾക്കും ഈ പബ്ലിക്കിൽ അതിനോടുള്ള ഒരു എന്താ പറയാ, അതിനോടുള്ള ആഭിമുഖ്യം കൂടി വരുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ അത്തരം ആൾക്കാരെ ഇലക്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് ആ പബ്ലിക് മൈൻഡിനെയും ആ പബ്ലിക് പെർസെപ്ഷനെയും മറികടന്നുകൊണ്ട് അമേരിക്ക ഇനി ഇസ്രായേലിന് അനുകൂലമായിട്ടുള്ള നിലപാടെടുക്കുക, ഇറാനുമായിട്ടുള്ള ഈ പ്രശ്നം എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതും കൂടെ കാണണം. അത് മാത്രമല്ല, ഈ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കുക, അപ്പോൾ ഈ വാർ ഒബ്ജക്റ്റീവിന്റെ കാര്യത്തിൽ അമേരിക്കൻ ജനങ്ങൾക്കിടയിൽ തന്നെ പാക്സിയോസ് അടക്കം നടത്തിയിട്ടുള്ള ഈ പറയുന്ന സർവേകളുടെ പശ്ചാത്തലത്തിൽ ഈ യുദ്ധത്തിന്റെ ഒബ്ജക്റ്റീവ് എന്താണെന്നുള്ളത് ഇപ്പോഴും അമേരിക്കയിലെ പബ്ലിക്കിന് അറിഞ്ഞുകൂടാ. അപ്പോൾ അതിനകത്ത് ആദ്യം റെജീം ചേഞ്ച് പറഞ്ഞു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നെങ്കിലും അവസാനമായിട്ട് അത് ആ ഒരു വാറിന്റെ ഒബ്ജക്റ്റീവായിട്ട് അമേരിക്ക പറഞ്ഞതും അവർ പിടിച്ചു നിന്നതുമായിട്ടുള്ള ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ന്യൂക്ലിയർ വെപ്പന്റെ കാര്യത്തിലാണ്. ഇറാന്റെ ന്യൂക്ലിയർ എന്താ പറയുക പ്രോഗ്രാം ഇല്ലാതാക്കുക എന്നുള്ള ഒരു കാര്യമാണ് അവർ മുന്നോട്ട് വെച്ചത്. അത് മാത്രമല്ല, ഇസ്രായേൽ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു കാര്യമാണ് 60% യുറേനിയം അവർ സമ്പുഷ്ടീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ 60% സമ്പുഷ്ടീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹിമാലയം മൊത്തത്തിൽ കയറി, ആ ഹിമാലയത്തിന്റെ മുകളിലുള്ള ഇനി ചെറിയൊരു കുന്നും കൂടെ കയറാനുള്ളൂ, അത്രയും അടുത്തെത്തി കഴിഞ്ഞു ഈ 90% സമ്പുഷ്ടീകരണത്തിന്റെ കാര്യത്തിൽ ഇറാൻ എന്നുള്ള കാര്യം കൂടെ അവർ മുന്നോട്ട് വെക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ പറയുന്ന മലനിരകൾക്കിടയിൽ ഭൂഗർഭത്തിലുള്ള ഇവരുടെ ന്യൂക്ലിയർ പ്ലാന്റുകളെ ഇല്ലാണ്ടാക്കുക, സെൻട്രിഫ്യൂജൽ സിസ്റ്റങ്ങളെ തകർത്ത് കളയുക, സമ്പുഷ്ടീകരിച്ചിട്ടുള്ള യുറേനിയത്തിനെ അവിടെ നിന്ന് മാറ്റുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യമായിട്ട് പിന്നീട് അവർ പറഞ്ഞേ. അതിന്റെ കൂട്ടത്തിൽ ഇവർ തന്നെ യുദ്ധം തുടങ്ങിയപ്പോൾ ക്ലോസ് ചെയ്തിട്ടുള്ള ആ ഒരു ഹോർമൂസ്, സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് തുറക്കുക എന്നുള്ളതും കൂടെ ഇവരുടെ ഒരു ഉദ്ദേശമായിട്ട് വന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം ട്രംപിന്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു, ന്യൂക്ലിയർ പ്രോഗ്രാം അല്ല ഹോർമൂസ് തുറക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു അജണ്ട എന്നുള്ള ലെവലിൽ പുള്ളി പറഞ്ഞു വെക്കുന്നതും കൂടെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോഴാണ് ഈ ഞായറാഴ്ച ഈ ഒരു MOUവിന്റെ ഒരു കാലാവധി അവസാനിക്കാനിരിക്കെ, MOU ഓൾറെഡി തകർന്നു പോയി, ഇനിയിപ്പോൾ അത് അവസാനിക്കാനൊന്നുമില്ല, അടുത്തതായിട്ട് എന്തായിരിക്കും വരാൻ പോകുന്നത് എന്നുള്ളത്. കാരണം അടുത്തത് എന്ത് എന്നുള്ള കാര്യത്തിൽ അമേരിക്കക്ക് വലിയ നിശ്ചയം ഉണ്ടെന്നുള്ളത് ഞാൻ വിചാരിക്കുന്നില്ല. അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ സംയുക്ത സൈനിക മേധാവി എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള മനുഷ്യൻ പീറ്റെക്സത്തും JD വാൻസ് അടക്കമുള്ള ആ ഒരു സമയത്താണ് പറയുന്നത്, യുദ്ധം ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ വേറെ വല്ല വഴി നിങ്ങൾ കണ്ടെത്തിയേ പറ്റൂ എന്നുള്ള ലെവലിൽ. അപ്പൊ അമേരിക്കയുടെ കയ്യിൽ ഇത് എങ്ങനെ അവസാനിപ്പിക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള ധാരണയില്ല, ഇതിനെങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യത്തിലും ധാരണയില്ല. അത് മാത്രമല്ല, ജിയോ പൊളിറ്റിക്കലി അമേരിക്ക നേരിടുന്ന തിരിച്ചടിയും കൂടെ ഈ ഒരു ഇതിന്റെ കൂട്ടത്തിൽ കാണണം.
അതായത് സൗദി അറേബ്യയും പാകിസ്ഥാനും തുർക്കിയും വെച്ചിട്ടുള്ള ഒരു കരാറിന്റെ കാര്യമാണ്. അതൊരു കടലാസ് കരാറാണെങ്കിൽ കൂടെ അത് ആസച്ച് ഒന്നും ഗ്രൗണ്ടിൽ അങ്ങനെ നടപ്പാവാനൊന്നും പോകുന്നില്ല. അത് എന്തുകൊണ്ടാ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഹൂത്തികൾ ആക്രമിച്ച സമയത്ത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹൂത്തികൾക്കെതിരായിട്ട് പാകിസ്ഥാൻ തുർക്കിയും ആക്രമണം നടത്തേണ്ടതായിരുന്നു. പക്ഷെ അത് സംഭവിച്ചിട്ടില്ല. അപ്പൊ ആ രീതിയിലേക്കൊന്നും മാറിയിട്ടില്ലെങ്കിൽ കൂടെ അമേരിക്ക എന്ന് പറയുന്ന ലോകശക്തി, ആ ലോകശക്തി എന്ന് പറയുന്നതിനെ നമ്മൾ ഇനി ഡിപ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ല. അമേരിക്കക്ക് ബേസുകൾ കൊടുത്തിട്ടും കാര്യമില്ല. ആ ബേസുകൾ കൊടുത്തത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് അടി കിട്ടി എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തപ്പെട്ടു എന്നുള്ളത് മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങൾ തിരിച്ചറിയാൻ കൂടെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനി ഗ്രൗണ്ട് ഇൻവേഷൻ എന്ന് പറയുന്ന ഒരു പരിപാടി മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ഗ്രൗണ്ട് ഇൻവേഷന് വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഞങ്ങൾ വെട്ടി നിരത്തും എന്നുള്ള കാര്യം അത് അതേ ഭാഷയിൽ അത്രക്ക് ഹാർഡായിട്ട് തന്നെ ഇറാൻ പറയുക കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് ഇനി എന്തായിരിക്കും അടുത്തത് അമേരിക്കയുടെ നടപടി എന്നുള്ള കാര്യത്തിൽ സംശയാലുക്കളായിട്ട് നിൽക്കുന്നത്. ഈ പറയുന്ന ഇവരുടെ തുറമുഖങ്ങൾക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയിട്ടോ കപ്പലുകൾക്ക് ഉപരോധം ഏർപ്പെടുത്തിയിട്ടോ യാതൊരു കാര്യമില്ല എന്നുള്ള കാര്യത്തിലും ഏകദേശം തീരുമാനമായിട്ടുണ്ട്. അത് മാത്രമല്ല, വേറൊരു തരത്തിൽ അത് തിരിച്ചടിയും കൂടെ ആണ് താനും. അതായത് അമേരിക്കൻ നാവികരെ അന്തമില്ലാത്ത കാലത്തോളം കടലില് ഈ പറയുന്ന ഇറാന്റെ കപ്പലുകൾ ഇറാനിലേക്ക് വരെയും പോവുകയും ചെയ്യുന്ന കപ്പലുകളെ നിരീക്ഷിച്ചുകൊണ്ട് നിലനിൽക്കേണ്ട ഒരു അവസ്ഥ അവിടെ ഉണ്ട്. അപ്പോൾ അത് ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി എന്നുള്ളൊരു ചോദ്യം കൂടെ അവിടെ നിൽക്കുന്നുണ്ട്. പട്ടാളക്കാർക്ക് ഇടയിൽ തന്നെ അങ്ങനെ ഒരു സാധനമുണ്ട്. പിന്നെ മാത്രമല്ല, ആവശ്യത്തിനുള്ള ഭക്ഷണം ഇല്ലായ്മ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇതുമായിട്ട് കണക്റ്റഡ് ആണ്. സ്പൈറലിംഗ് എഫക്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങുന്ന സമയത്ത് അപ്പുറത്ത് 10 തിരിച്ചടി വേറെ ഭാഗത്തുനിന്നൂടെ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇനി ഈ MOUവിന്റെ കാര്യത്തിൽ എന്താവും, അല്ലെങ്കിൽ MOU ഏകദേശം അത് തകർന്നു പോയി. പക്ഷെ ഈ ഞായറാഴ്ചക്ക് ശേഷം എന്ത് നിലപാടിലോട്ട് ഇവർ വരും എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ കൺഫ്യൂഷൻ ഉള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഹോർമൂസ് അമേരിക്ക ഉരുക്ക് മതിൽ പോലെ സംരക്ഷിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതിനിപ്പോൾ പൂർണ്ണമായിട്ടും തള്ളിയിട്ടുണ്ട് ഇറാൻ. ഒരു കാരണവശാലും അങ്ങനെ സംഭവിക്കുന്നില്ല. ഞങ്ങളുടെ സ്വത്തുക്കൾ തിരിച്ചു കിട്ടാതെ, ഞങ്ങൾക്കെതിരെയുള്ള ഉപരോധം അവസാനിപ്പിക്കാതെ, ഹോർമൂസിന്റെ പൂർണ്ണ കൺട്രോൾ ഇറാന്റെ കയ്യിലാവാതെ ഒരു തരത്തിൽ വിട്ടുവീഴ്ചയില്ല, ഒരു തരത്തിലും അതിലൂടെ കപ്പലുകൾ പോവില്ല എന്നുള്ളത് ഇറാൻ അച്ചട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ഇവര് എന്ത് ചെയ്യും? ഇനി ഇവരെ താങ്ങിക്കൊണ്ട് നടന്ന ഹോർമൂസിന്റെ തീരത്തുള്ള UAE ആണെന്നുണ്ടെങ്കിലും ബഹ്റൈൻ ആണെന്നുണ്ടെങ്കിലും ഖത്തർ ആണെന്നുണ്ടെങ്കിലൊക്കെ ഇനി എന്ത് ചെയ്യും എന്നുള്ള ചോദ്യം കൂടെ ഇവിടെ ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും കൂടി കാണണം.